Hi friends, നമുക്ക് chapter 9 discuss ചെയ്യാം. That is environment and sustainable development. Environment and sustainable development എന്ന് പറയുന്ന chapter എന്ത് ചെയ്യാം നമുക്ക് discuss ചെയ്യാം. So environment, നമ്മുടെ surrounding ആണ് environment അല്ലേ? Okay, so environment, how should be the sustainable development of that thing? So it is sustainable, not consistent development. Like environment development should be there, it should be sustainable. Like whatever the development that are taking place should be sustainable and it should have the capacity to sustain the environment. So that we can discuss here in this chapter. That is environment and sustainable development. So concerning with the environment, how we can make sustainable development. Environmentuമായി ബന്ധപ്പെട്ട ഏത് രീതിയിലാണ് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നത്? നമ്മൾ ഒരുപാട് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ കൊണ്ടുവരുന്ന ഡെവലപ്മെന്റ് എല്ലാം സസ്റ്റൈനബിൾ ആണോ? ദാറ്റ് മാറ്റേഴ്സ്. സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എൻവിറോൺമെന്റ് ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഡെവലപ്മെന്റ് ഫീസിബിൾ ആവും. സോ എൻവിറോൺമെന്റ് ഡെവലപ്മെന്റ് like the development that we are doing should be sustainable. Okay, sustainable ആയിരിക്കണം. So that is what we are discussing here. Development എങ്ങനെ sustainable ആയി environment consider ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. Let's see. Okay. So environment, definition and function. നമുക്ക് environment definition കാണാം. Environment is defined as the total planetary inheritance and the totality of all resources. എല്ലാ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസും അതേപോലെ തന്നെ എല്ലാ റിസോഴ്സസിന്റെയും ഇൻ ടോട്ടൽ മൊത്തത്തിലുള്ള അതിനെയാണ് ആ ഇൻ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എൻവിറോൺമെന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ and living elements, the birds, animals, plants, forests, fisheries, etc. ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? എൻവിറോൺമെന്റ് ഉൾപ്പെടുന്നുണ്ട്. ആർ ബയോട്ടിക് എലമെന്റ്സ് സോ ബയോട്ടിക് എലമെന്റ്സ് ജൈവികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഇസ് ബയോട്ടിക് ആൻഡ് നോൺ ബയോട്ടിക് എലമെന്റ്സ്. സോ ബയോട്ടിക് എലമെന്റ്സ് ഒരു എൻവിറോൺമെന്റ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന എന്താണ്? ഓൾ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആൻഡ് ദ ടോട്ടാലിറ്റി ഓഫ് ദ റിസോഴ്സസ്. എല്ലാ ടോട്ടാലിറ്റി ഓഫ് റിസോഴ്സസും അതിൻ്റെ അകത്തുണ്ടാവും. അതിൽ ബയോട്ടിക് ആൻഡ് നോൺ ബയോട്ടിക് എലമെന്റ്സ് ഉണ്ടാവും. ബയോട്ടിക് എലമെന്റ്സിൽ വരുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? ബേർഡ്സ്, ആനിമൽസ്, പ്ലാന്റ്സ്, ഫോറസ്റ്റ്, ഫിഷറീസ്, എക്സെട്ര. And okay, they are biotic elements. Abiotic elements includes air, water, land, etc. ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? അബയോട്ടിക് ഫാക്ടറിൽ ഉൾപ്പെടുന്നു. റോക്സ്, സൺലൈറ്റ്സ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ അബയോട്ടിക് എലമെന്റ്സ് ഓഫ് ദി എൻവിറോൺമെന്റ്. സോ ഒരു എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ ഓൾ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആൻഡ് ഓൾ ദ റിസോഴ്സസ്, ദാറ്റ് ഈസ് എൻവിറോൺമെന്റ്. വി ക്യാൻ കാറ്റഗറൈസ് ദാറ്റ് ഇൻടു ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ഫാക്ടേഴ്സിൽ ജീവനുള്ള എല്ലാ സംഭവങ്ങളും ബയോട്ടിക് ഫാക്ടേഴ്സിൽ വരും. ലാൻഡ്, വാട്ടർ, റോക്സ്, ഓൾ ദോസ് തിങ്സ് വിൽ ബി അബയോട്ടിക് ഫാക്ടേഴ്സ്. സോ ഓൾ ദീസ് തിങ്സ്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കൂടി ചേർന്നാണെന്ത് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. സോ ബോത്ത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണെന്ത് എൻവിറോൺമെന്റ്. ബയോട്ടിക് ജീവനുള്ളത്, അബയോട്ടിക് ലാൻഡ്, വാട്ടർ, അങ്ങനത്തെ സംഭവങ്ങൾ. ഓക്കെ, സോ എന്താണ് എൻവിറോൺമെന്റിന്റെ ഫംഗ്ഷൻ? ചുമതലകൾ എന്തൊക്കെയാണ്? സോ ലെറ്റ്സ് സി. ഓക്കെ, ദ എൻവിറോൺമെന്റ് പെർഫോംസ് 4 വൈറ്റൽ ഫംഗ്ഷൻ. 4 വൈറ്റൽ ഫംഗ്ഷൻ ആണ് എൻവിറോൺമെന്റ് പെർഫോം ചെയ്യുന്നത്. എൻവിറോൺമെന്റ് 4 വൈറ്റൽ റോൾസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് റോൾ ആണ് എന്ത്? ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്. അത് റിസോഴ്സസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ദ എൻവിറോൺമെന്റ് സപ്ലൈസ് ബോത്ത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. റിന്യൂ ചെയ്യാൻ പറ്റുന്നതും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്? എൻവിറോൺമെന്റ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, so renewable resources are the trees in the forest and the fishes in the ocean. കടലിലെ മീനുകളും ഫോറസ്റ്റിലെ മരങ്ങളും എല്ലാം റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, isn't it? എക്സാമ്പിൾ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ ഫോസിൽ ഫ്യൂൽ. ഓക്കെ, നമ്മൾ പെട്രോളിയം പ്രോഡക്ട്സ് പക്ഷേ എക്സോസ്റ്റബിൾ ആണ് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ ആണ്. സോ ഇതെല്ലാം തരുന്നത് ആരാണ്? എൻവിറോൺമെന്റ് ആണ്. സോ എൻവിറോൺമെന്റിൽ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് നമുക്കുണ്ട്. ഓക്കെ, then it assimilates waste. ഇത് വേസ്റ്റിനെ സാംശീകരിക്കുന്നുണ്ട്, സോ വേസ്റ്റിനെ സാംശീകരിക്കുന്നുണ്ട്. ഇറ്റ് സസ്റ്റെയിൻ ലൈഫ് ബൈ പ്രൊവൈഡിങ് ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, സോ ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റീസ് ഫോക്കസ് ചെയ്യുന്നതിലൂടെ അത് ഇറ്റ് സസ്റ്റെയിൻസ് ലൈഫ്, അത് ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്നു. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ആസ്തെറ്റിക് സർവീസ് ലൈക്ക് സെൻസറി എക്സെട്ര. ഓക്കെ, ഇതെല്ലാം എന്തിന്റെ ഫംഗ്ഷനാണ്? എൻവിറോൺമെന്റിന്റെ ഫംഗ്ഷനാണ്. Environment had generally 2 capacities, carrying capacity and absorptive capacity. Like എൻവിറോൺമെന്റിനെ പറ്റി നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് എൻവിറോൺമെന്റിന് 2 കപ്പാസിറ്റി ഉണ്ട്. 2 കപ്പാസിറ്റി നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അനദർ വൺ ഇസ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. നമുക്ക് ഇൻ ഡീറ്റെയിൽ വി ക്യാൻ സീ ഇറ്റ്. വാട്ട് ഈസ് ക്യാരിയിങ് കപ്പാസിറ്റി? So what is carrying capacity? Carrying capacity means resources extraction is not above the rate of regeneration of the resources and the waste generated are within the assimilating capacity of the environment. This is what is carrying capacity. So what is carrying capacity? Carrying capacity means resource extraction is not above the rate of regeneration. നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനേക്കാൾ കൂടുതലല്ല നമ്മൾ ആ റിസോഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
and the waste generated are within the assimilating capacity of the environment. അതേസമയം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്ത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കൊണ്ടുവരുന്നത് എന്താണ്? വിത്തിൻ ദ കപ്പാസിറ്റി ഓഫ് റീജനറേഷൻ. ഓക്കെ, നമ്മൾ എടുക്കുന്തോറും ഉണ്ടാക്കാൻ പാകത്തിനുള്ള റീജനറേഷൻ കപ്പാസിറ്റിക്ക് ഉള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ആ റിസോഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓരോ വസ്തു യൂസ് ചെയ്യുന്നതോറും ആ യൂസ് ചെയ്യുന്ന വസ്തു അതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് റീജനറേറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ വസ്തു പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് എന്താണ്? ആ വേസ്റ്റ് നമ്മുടെ അസിമുലേറ്റിംഗ് കപ്പാസിറ്റി, അതായത് ആ വേസ്റ്റ് സംസ്കരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. Okay, that is carrying capacity. Okay, absorptive capacity means the ability of the environment to absorb degradation. Okay, degradation absorb ചെയ്യാൻ പറ്റുന്ന എൻവിറോൺമെന്റിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ എന്താ പറയുക, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന്. ഡീഗ്രഡേഷൻ എന്ന് വെച്ചാൽ സമ്പൂർണ്ണ നാശം. So that is what is absorptive capacity. Okay, so the environment having two capacity. First one is carrying capacity. Carrying capacity means നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് റീജനറേഷൻ കപ്പാസിറ്റിക്ക് താഴെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് വിത്തിൻ അസിമുലേറ്റിംഗ് കപ്പാസിറ്റി ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ദി എൻവിറോൺമെന്റ് ടു അബ്സോർബ് ഡീഗ്രഡേഷൻ. ഡീഗ്രഡേഷൻ അബ്സോർബ് ചെയ്യാനുള്ള എൻവിറോൺമെന്റിന്റെ കപ്പാസിറ്റിയാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Okay, then what is global warming? ആഗോളതാപനം, that is global warming. നിങ്ങൾ കേട്ടില്ല ആഗോളതാപനം, അതുമൂലം മഞ്ഞുരുകുന്നു, മഞ്ഞുമലകൾ ഉരുകുന്നു. ഓക്കെ, സോ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോളതാപനം. സോ ഗ്ലോബൽ വാർമിംഗ് ഈസ് ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ലോവർ അറ്റ്മോസ്ഫിയർ as a result of the increase in greenhouse gases since the industrial revolution. So industrial revolution ഒക്കെ വന്നതോടുകൂടി greenhouse gases അതുപോലെ പുകയും, അതുപോലെ വാഹനങ്ങളുടെ പുകയും, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കമ്പനീസിൽ നിന്നുള്ള ഈ പറയുന്ന പുകയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഓസോൺ പാളികളിൽ വിള്ളൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് സൺലൈറ്റ് കൂടുതലായിട്ട് ഭൂമിയിലേക്ക്, ലോവർ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ടെമ്പറേച്ചർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ ഗ്ലോബൽ വാർമിംഗ് ഈസ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്. അത് മനുഷ്യന്മാർ കാരണമാണ് അത് ഉണ്ടാകുന്നത്. ലൈക്ക് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ കൂടുതലായിട്ട് വെഹിക്കിൾസൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ ചെന്നിട്ട് മറ്റേ ഓസോൺ പാളികളിലൊക്കെ വിള്ളലുണ്ടായിട്ട് സൺലൈറ്റ് കൂടുതലായിട്ട് ഭൂമിയിലേക്ക് വരികയും അങ്ങനെ ടെമ്പറേച്ചർ ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്. മനുഷ്യനാണ് അതിന് കാരണം. Okay, it is caused by man-made increase in carbon dioxide and other greenhouse gases through the burning of fossil fuel and deforestation. സോ ഡിഫോറസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നില്ല, അതായത് മരം മുറിച്ച് കാടൊക്കെ നശിപ്പിക്കുക. അതേപോലെ തന്നെ ഫോസിൽ ഫ്യൂവലിൽ നിന്നുള്ള, ഇപ്പം നമ്മളൊക്കെ കൂടുതലും പെട്രോളിയം പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വെഹിക്കിൾസ് ഒക്കെ വരുന്ന വഴി കൂടുതൽ ഈ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും മോണോക്സൈഡൊക്കെ പുറത്തേക്ക് തള്ളുന്ന വഴി കൂടുതൽ ഈ ഓസോൺ പാളികളിലൊക്കെ പറയുന്ന വിള്ളലുകളൊക്കെ സംഭവിച്ച് സൺലൈറ്റ് വന്ന് ടെമ്പറേച്ചർ കൂടുന്നു. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഗ്ലോബൽ വാർമിംഗ് ഈസ് ദർ. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്. ഓക്കെ, some of the longer term result of global warming are melting of polar ice with a resulting rise in sea level and coastal flooding. So extinction of species, frequent tropical storms and an increased incidence of tropical disease. A UN conference on climate change held in Kyoto, Japan in 1997 resulted in an international agreement to fight global warming. So global വാർമിങ്ങിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് സം ഓഫ് ദ ലോങ്ങർ ടേം റിസൾട്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആർ, സോ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഹൗ ഇറ്റ് വിൽ റിസൾട്ട്, അതെങ്ങനെയാണ് റിസൾട്ട് ചെയ്യുന്നത്, ഐ മീൻ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ലെറ്റ് സി, ലൈക്ക് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. സോ ചൂട് കൂടുമ്പോൾ ഐസ് ഉരുകുന്നു, മഞ്ഞുമലകളിൽ ഐസ് ഉരുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ കോസ്റ്റൽ ഫ്ലഡിങ് സംഭവിച്ചു. കോസ്റ്റൽ ഏരിയാസിൽ വെള്ളപ്പൊക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രീക്വന്റ് ട്രോപ്പിക്കൽ സ്റ്റോംസ് ആൻഡ് ആൻ ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് ട്രോപ്പിക്കൽ ഡിസീസസ്. ട്രോപ്പിക്കൽ സ്റ്റോം കൂടുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രോപ്പിക്കൽ ഡിസീസസും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. UN കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഹെൽഡ് ഇൻ കൈറ്റോ, ജപ്പാൻ ഇൻ 1997 ജപ്പാനിൽ നടന്ന ഒരു UN കോൺഫറൻസിൽ ഈ ഒരു കോൺഫറൻസ് ലൈക്ക് ഹെൽഡ് ഇൻ കൈറ്റോ, ജപ്പാൻ, ഈ സ്ഥലത്ത് നടന്ന കോൺഫറൻസിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിങ്ങിനെതിരെ ഹൗ വി ക്യാൻ. സോ അതിന് ഒരു എന്ത് നടന്നു, ലൈക്ക് 1997 ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസിൽ ഗ്ലോബൽ വാർമിങ്ങിനെതിരെ ഹൗ വി ക്യാൻ ഡു ദ തിങ്സ്, അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഡിസിഷൻസ് അവിടെ എടുത്തിരുന്നു.
സോ 1997 ജപ്പാൻ കൈറ്റോയിൽ ജപ്പാനിൽ നടന്നൊരു കോൺഫറൻസിൽ എങ്ങനെ ഗ്ലോബൽ വാർമിങ്ങിനെതിരെ നമുക്ക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിനെ പറ്റി ഒരു തീരുമാനങ്ങളൊക്കെ ആ ഒരു കോൺഫറൻസിൽ എടുത്തിരുന്നു. ഇറ്റ് വാസ് 1997 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ പാളികൾ ഉണ്ടാകുന്ന വിള്ളൽ. ജസ്റ്റ് സെഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും മോണോക്സൈഡും ഒക്കെ നമ്മൾ തള്ളി വിടുന്ന സമയത്ത് ഓസോൺ പാളികളിൽ വിള്ളൽ ഉണ്ടാകുന്നു. സോ സൺലൈറ്റ് ഇസ് കമ്മിങ്, ടെമ്പറേച്ചർ ലെവൽ ഇസ് ഇൻക്രീസിംഗ്. ലെറ്റ്സ് സീ. Okay. Ozone depletion refers to the phenomenon of reduction in the amount of ozone in the stratosphere. സ്ട്രാറ്റോസ്ഫിയറിലുള്ള പറയുന്ന ഓസോൺ പാളികളിലെ ഓസോണിന്റെ എമൗണ്ട് കുറയുന്നതിന്, അല്ലെങ്കിൽ ആ പാളികളിൽ വിള്ളലുണ്ടാകുന്നു. അപ്പം അതിനെയാണ് നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ദ പ്രോബ്ലം ഓഫ് ഓസോൺ ഡിപ്ലീഷൻ ഇസ് കോസ്ഡ് ബൈ ഹൈ ലെവൽ ഓഫ് ക്ലോറിൻ ആൻഡ് ബ്രൊമൈൻ കോമ്പൗണ്ട് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുതലായിട്ട് ഈ ക്ലോറിൻ ആൻഡ് ബ്രൊമൈൻ കോമ്പൗണ്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുന്നത്. ദ ഒറിജിൻ ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ആർ chlorofluorocarbons used as cooling substance in air conditioners and refrigerators. So ഈ പറയുന്ന കോമ്പൗണ്ട്, ദാറ്റ് ഈസ് ക്ലോറൈൻ ആൻഡ് ബ്രൊമൈൻ കോമ്പൗണ്ട് കൂടുതലായിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ വരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ക്ലോറിൻ ആൻഡ് ബ്രൊമൈൻ കോമ്പൗണ്ട് ഹൗ ഇറ്റ് ഇസ് ജനറേറ്റിംഗ്, അത് കൂടുതലായിട്ടും ജനറേറ്റ് ചെയ്യുന്ന ഇവിടുന്നാണ് നമ്മൾ നമ്മൾ എയർ കണ്ടീഷൻസിലും അതേപോലെ റെഫ്രിജറേറ്ററിലും ഒക്കെ ഉണ്ടാകുന്ന ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ് ഈ പറയുന്ന ക്ലോറിൻ കമ്പോണന്റും ബ്രൊമൈൻ കമ്പോണന്റും സ്ട്രാറ്റോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ റീസൺ. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഓസോൺ പാളികളിൽ കൂടുതലായിട്ടും ഡിപ്ലീഷൻ സംഭവിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. So as a result of depletion of the ozone layer, more ultraviolet radiation comes to earth and causes damage to the living organism. So ozone depletion സംഭവിക്കുമ്പം ഓസോൺ ഡിപ്ലീഷൻ കൂടുന്തോറും ഈ പറയുന്ന ഓസോൺ ലെയേഴ്സിൽ വിള്ളലുകൾ ഉണ്ടാവും തോറും, ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവും തോറും മോർ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഫ്രം ദ സൺലൈറ്റിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉണ്ട്. അത് എന്ത് സംഭവിക്കുന്നു, ഭൂമിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നു. അത് ലിവിങ് ഓർഗാനിസത്തിന് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്നു. ഓക്കെ, അൾട്രാവയലറ്റ് റേഡിയേഷൻ സീൻസ് റെസ്പോൺസിബിൾ ഫോർ സ്കിൻ ക്യാൻസർ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യന്മാരിൽ സ്കിൻ ക്യാൻസറിനൊക്കെ അൾട്രാവയലറ്റ് റേഡിയേഷൻ കാരണമാവാറുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് ഓസോൺ ഡിപ്ലീഷൻ സംഭവിച്ചാൽ അൾട്രാവയലറ്റ് സിഗ്നൽസ് വരികയും അതുവഴി നമുക്ക് ഹ്യൂമൻ ക്യാൻസറിന് വരെ അത് കാരണമാവും. സോ ലിവിങ് ഓർഗാനിസം അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിനി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവിറോൺമെന്റ് ആണ്. ഇന്ത്യൻ എൻവിറോൺമെന്റ്, ഹൗ ഇസ് ഇറ്റ്? ഓക്കെ, നമ്മൾ ഇത്രയും നേരം ജനറലി വി ആർ കമന്റിങ് ഓൺ ഗ്ലോബൽ വാർമിംഗ്, എൻവിറോൺമെന്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ഹൗ ദി എൻവിറോൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ എൻവിറോൺമെന്റ് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് വി ക്യാൻ ഡിസ്കസ് ഇറ്റ്. ഓക്കെ, so India has abundant natural resources in terms of rich quality of soil, hundreds of rivers and tributaries, lush green forests, plenty of mineral deposit beneath the land surface, vast stretch of the Indian Ocean, ranges of mountains etc. നമ്മുടെ രാജ്യത്തിന് വളരെ നല്ലൊരു എൻവിറോൺമെന്റ്, ഒരു സ്റ്റെബിലിറ്റി. നമുക്ക് ഒരുപാട് നല്ല ഫോറസ്റ്റ് ഉണ്ട്, ഓഷ്യൻ ഉണ്ട്, അല്ലേ? നമുക്ക് വൈഡ് വാസ്റ്റ് ആയി കിടക്കുന്ന ഓഷ്യൻസ് ഉണ്ട്, അതേപോലെ ഫോറസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ മിനറൽ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, കോളാർ ഗോൾഡ് മൈൻ, അങ്ങനത്തെ നിങ്ങൾ KGF സിനിമ കണ്ടിട്ടില്ല, കോളാർ ഗോൾഡ് മൈൻ. സോ നമുക്ക് ഒരുപാട് നാച്ചുറൽ മിനറൽ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. വാസ്റ്റ് ടച്ച് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ, റേഞ്ചസ് ഓഫ്, നമുക്ക് ഒരുപാട് മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, the Indo-Gangetic plains spread from the Arabian Sea to the Bay of Bengal are one of the most fertile, intensively cultivated and densely populated region in the world. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയൻ ആണെന്ത്? So this region, Arabian Sea to the Bay of Bengal, are one of the most fertile, intensively cultivated and densely populated region in the world. Okay. Large deposits of iron ore, coal and natural gas are found in the country. ഈ രാജ്യത്തിന് നമ്മൾ എടുക്കുന്ന സമയത്ത് large deposit of iron ore, coal and natural gas is found in the country. ഈ രാജ്യത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ഓൾറെഡി ഇൻ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ എൻവിറോൺമെന്റിൽ നമുക്ക് നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, അതേപോലെ തന്നെ അയൺ ഓർ ഇരുമ്പ് ശേഖരമുണ്ട്, അതേപോലെ തന്നെ വി ആർ ഹാവിംഗ് കോൾ ആൻഡ് ഓൾ. ഓക്കെ, എയർ പൊല്യൂഷൻ, വാട്ടർ കണ്ടാമിനേഷൻ, സോയിൽ എറോഷൻ, deforestation and wildlife extinction are some of the most pressing environmental concerns of India. ഇന്ത്യൻ എൻവിറോൺമെന്റ് ഇത്രമാത്രമൊക്കെ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ കൂടിയും അതിന് ഏറ്റവും കൂടുതൽ ത്രെഡായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വാട്ടർ കണ്ടാമിനേഷൻ, സോയിൽ എറോഷൻ, ഡിഫോറസ്റ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് എക്സ്റ്റിങ്ഷൻ. So all these are different kind of reason for the pollution. The priority issues identified are, what are the priority issues that are identified? So land degradation, biodiversity loss,
എയർ പൊല്യൂഷൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വെഹിക്കുലർ പൊല്യൂഷൻ ഇൻ അർബൻ സിറ്റീസ്. നമ്മൾ കണ്ടു അർബൻ സിറ്റീസിലൊക്കെ കൂടുതൽ വെഹിക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഈ പറയുന്ന എയർ പൊല്യൂഷൻ സംഭവിക്കുന്നു. സോ ദാറ്റ് ഈസ് എ റീസൺ. ദെൻ മാനേജ്മെന്റ് ഓഫ് ഫ്രഷ് വാട്ടർ ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. സോ ഫ്രഷ് വാട്ടർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നില്ല. ഈ റീസൺസ് ഒക്കെ എന്താണ്? ഈ പറയുന്ന എൻവിറോൺമെന്റ് ഹസാഡസ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന റീസൺസ് ആണ്, അല്ലെങ്കിൽ the priority issues are that we have to consider for environmental sustainability. Okay, the concept of sustainable development was emphasized by the United Nations Conference on Environment and Development. Okay, so United Nations Conference നടന്നു എന്തിനെ പറ്റി? So the concept of sustainable development പറ്റി നമ്മൾ കണ്ടു. sustainable development എന്ന് വെച്ച് കഴിഞ്ഞാൽ it should be sustainable. Like യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. It should be sustainable. So sustainable development പ്രോബ്ലത്തെ പറ്റി നമ്മൾ എവിടെ അഡ്രസ് ചെയ്തിട്ടുണ്ട്? യുണൈറ്റഡ് നാഷൻ കോൺഫറൻസിൽ ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു കോൺഫറൻസ് നടന്നു. സോ യുണൈറ്റഡ് നാഷൻ കോൺഫറൻസ് ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ആ കോൺഫറൻസിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദി എൻവിറോൺമെന്റ് ഇസ് ബീങ് ഡിസ്കസ്ഡ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എയിംസ് അറ്റ് decreasing the absolute poverty of the poor by providing lasting and secure livelihood that minimize resource depletion, environmental degradation, cultural disruption and social instability. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്തിലാണ് എയിം ചെയ്യുന്നത്? ഇറ്റ് ഈസ് എയിംസ് അറ്റ് ഡിക്രീസിംഗ് ദ അബ്സൊല്യൂട്ട് പോവർട്ടി ഓഫ് ദ പുവർ. പാവപ്പെട്ട ആളുകളുടെ പോവർട്ടി, ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് വേണ്ടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യം കുറയ്ക്കുകയും അവർക്ക് ബെസ്റ്റ് ലൈവ്ലിഹുഡ് പ്രൊവൈഡ് ചെയ്യുന്നതും ആണ് എന്തിന്റെ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത്. അത് എങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മിനിമൈസിങ് റിസോഴ്സ് ഡിപ്ലീഷൻ, എൻവിറോൺമെന്റൽ ഡിഗ്രഡേഷൻ, കൾച്ചറൽ ഡിസപ്ഷൻ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റേബിലിറ്റി, ഇതെല്ലാം ഡിക്രീസ് ചെയ്യുന്നതിലൂടെ പാവപ്പെട്ട ആളുകളുടെ ബെറ്റർ ലൈഫ്, സസ്റ്റൈനബിൾ ലൈഫ്, അവർക്ക് ബെറ്റർ ലൈവ്ലിഹുഡ് പ്രൊവൈഡ് ചെയ്യുക. ദിസ് ഇസ് എ പാർട്ട് ഓഫ് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. So sustainable development. So what is sustainable development? Sustainable development is a development that meets the basic needs of all, particularly the poor majority, for employment, food, energy, water, housing, and ensures growth of agriculture, manufacturing, power and service to meet these needs. So sustainable development means development in everything. എല്ലാത്തിലുള്ള ഡെവലപ്മെന്റ് ആണ്, ബട്ട് ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ. ഓക്കെ, ഒരിക്കൽ ഡെവലപ്പ് ആയി കഴിഞ്ഞു ആ ഡെവലപ്മെന്റിന്റെ ബെനിഫിറ്റ് കഴിഞ്ഞതിന് ശേഷം it should not be like it have to be lasting, അല്ലേ? അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. It should be sustainable. Okay, so sustainable development is a development that meets the basic needs of all. എല്ലാവരുടെയും ബേസിക് നീഡ്സ് എന്ത് ചെയ്യുന്നു? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റൂ. ആൻഡ് ദാറ്റ് ടു it should continue forever. അതെന്നും കണ്ടിന്യൂ ചെയ്യണം. Okay, particularly the poor majority for employment, ഫുഡ്, എനർജി, വാട്ടർ, ഹൗസിംഗ് ആൻഡ് സോ ഇതെല്ലാം ബേസിക് നീഡ്സ് ആണല്ലേ. ഫുഡ്, എനർജി, വാട്ടർ, ഹൗസിംഗ് ഇതെല്ലാം ബേസിക് നീഡ്സ് ആണ്. ഇതെല്ലാം മീറ്റ് ഔട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, പവർ ആൻഡ് സർവീസ് ടു മീറ്റ് ദീസ് നീഡ്സ്. ഈ നീഡ്സ് എല്ലാം മീറ്റ് ഔട്ട് ചെയ്യാൻ, ഇപ്പോൾ ഫുഡും വാട്ടറും എല്ലാം നമുക്ക് വേണമെങ്കിൽ, ഫുഡും വാട്ടറൊക്കെ മീറ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസോഴ്സസിൻ്റെയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. The Brundtland Commission emphasizes on protecting the future generation. So Brundtland Commission, അവരുടെ കമ്മീഷൻ, Brundtland Commission, like while talking, like while discussing the sustainable development, they commented on all these things. That is, it should be the development of everything. It should be the development of all. എല്ലാത്തിൻ്റെ ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം. ആൻഡ് എല്ലാ ആളുകളുടെയും ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം. അത് സസ്റ്റൈനബിൾ ആയിരിക്കണം. അതേ സമയത്ത് അത് ഫുൾഫിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഗ്രോത്തും they have to consider. So that is being commented. അത് കമന്റ് ചെയ്തു ആര്? The Brundtland Commission. So അവരത് കമന്റ് ചെയ്തു ആൻഡ് ദേ വർ കമന്റിങ് ഓൺ ഹൗ ടു പ്രൊട്ടക്ട് ഓൾ ദീസ് തിങ്സ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. സോ നമ്മൾ ഡെവലപ്മെന്റ് ഉണ്ടായി, അതിന്റെ ബെനിഫിറ്റ് നമ്മൾ യൂസ് ചെയ്തു, ദാറ്റ് ഈസ് ഓൾ റൈറ്റ്. പക്ഷേ ഈ ബെനിഫിറ്റ് ഫ്യൂച്ചർ ജനറേഷനും കണ്ടിന്യൂ ചെയ്ത് പോകണം. സോ അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് Brundtland കമ്മീഷൻ അവരുടെ ലൈക്ക് കമ്മീഷനിൽ അവർ ദേ കമന്റഡ് ഓൺ ദാറ്റ് തിങ്. So according to Herman Dilley, he is a person, a leading environmental economist, to achieve sustainable development, the following needs to be done. So Herman Dilley പറയുന്നത് സസ്റ്റൈനബിൾ എൻവിറോൺമെന്റ് ഡെവലപ്മെന്റ് നടത്തണമെങ്കിൽ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഫുൾഫിൽ ചെയ്യണം. എന്തൊക്കെ? അയാളൊരു എൻവിറോൺമെന്റൽ എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, സോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലിമിറ്റിംഗ് ദ ഹ്യൂമൻ പോപ്പുലേഷൻ ടു
to a level within carrying capacity of the environment. So environmentന്റെ carrying capacityക്ക് താഴെ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനനുസൃതമായ രീതിയിൽ ഹ്യൂമൻ പോപ്പുലേഷൻ ലിമിറ്റ് ചെയ്യുക. സോ carrying capacity നമ്മൾ കണ്ടു. സോ റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ അത് റീജനറേഷൻ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കണം. അതേ സമയത്ത് അതിന്റെ വേസ്റ്റ് അസിമിലേഷൻ കപ്പാസിറ്റിക്ക് താഴെ വരികയും വേണം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് carrying capacity. സോ ഹ്യൂമൻ പോപ്പുലേഷൻ carrying capacity താഴെ അല്ലെങ്കിൽ അതിനനുസൃതമായിട്ട് കൺട്രോൾ ചെയ്യുക. Okay, technological progress should be input efficient and not input consuming. So അതേപോലെ തന്നെ ടെക്നോളജി പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ഇൻപുട്ട് എഫിഷ്യൻറ്റ്. അത് കൂടുതലായിട്ട് ഇൻപുട്ട് എഫിഷ്യൻ്റ് ആയിരിക്കണം. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻപുട്ട് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതല്ലാതെ ഇറ്റ് ഷുഡ് നോട്ട് ഇൻപുട്ട് കൺസ്യൂമിങ്. ടു മച്ച് ഓഫ് ഇൻപുട്ട് കൺസംഷൻ പാടില്ല. ഇപ്പോൾ ടെക്നോളജി പ്രോഗ്രസ് ചെയ്യുന്നു, ടെക്നോളജി ഒരു മെഷീനാണ് വിചാരിക്കുക. സോ മെഷീന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഇലക്ട്രിസിറ്റിയാണ്. സോ ടു മച്ച് ഓഫ് ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇല്ലാതെ ലീസ്റ്റ് ലെവലിൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുക, ഇൻപുട്ട് കൺസ്യൂം ചെയ്യുക, അതേ സമയത്ത് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ കൺസ്യൂം ചെയ്യുന്ന ഇൻപുട്ട് എഫക്റ്റീവായ രീതിയിൽ കൺസ്യൂം ചെയ്യുക, വേസ്റ്റ് ചെയ്തുകൊണ്ട് കൺസ്യൂം ചെയ്യാതിരിക്കുക. സോ അത്തരം ഇൻപുട്സിന്റെ പ്രൊമോഷൻ ഉണ്ടായിരിക്കണം. സോ ഒന്ന് ക്യാരിങ് കപ്പാസിറ്റിക്ക് താഴെ അല്ലെങ്കിൽ അനുസൃതമായിട്ട് ഹ്യൂമൻ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക. അതേസമയത്ത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻപുട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഇൻപുട്ട് കൺസംഷൻ കൂടുതലാവാത്ത രീതിയിൽ ഉപയോഗിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് അക്കോർഡിംഗ് ടു ഹെമണ്ടിലെ അദ്ദേഹം പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവിറോൺമെന്റ് ഡെവലപ്മെന്റ് ഫീസിബിൾ ആവുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈസ് ആൻ എൻവിറോൺമെന്റൽ എക്കണോമിസ്റ്റ്. ഓക്കെ, ദെൻ renewable resources should be extracted on a sustainable basis. റിന്യൂ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് സസ്റ്റൈനബിൾ ബേസിസിൽ എന്താക്കിക്കൊണ്ടിരിക്കണം? നമ്മൾ അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് റേറ്റ് ഓഫ് റീജനറേഷൻ. സോ പക്ഷേ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഒരിക്കലും റീജനറേഷൻ റേറ്റിന്റെ മുകളിൽ പോകാൻ പറ്റില്ല. ഓക്കെ, നമുക്കത് റീജനറേറ്റ് ചെയ്തെടുക്കാനുള്ള റേറ്റിന്റെ മുകളിൽ ഒരിക്കലും എക്സ്ട്രാക്ഷൻ റേറ്റ് പോകാനായിട്ട് പാടില്ല. For non-renewable resources, rate of depletion should not exceed the rate of creation of renewable substitutes. That is, in case of non-renewable resources, അതായത് നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റാത്ത റിസോഴ്സസിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് the rate of depletion should not exceed the rate of creation of renewable substitutes. അപ്പോൾ റിന്യൂവബിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ഒരിക്കലും റിന്യൂവബിൾ ഡിപ്ലീഷൻ റേറ്റ് പോകാനായിട്ട് പാടില്ല. കാരണം ദീസ് റിസോഴ്സസ് ആർ നോൺ റിന്യൂവബിൾ. കാരണം ഈ റിസോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ദീസ് തിങ്സ് ആർ എക്സോസ്റ്റഡ് മീൻസ് എക്സോസ്റ്റഡ്. അത് കഴിഞ്ഞു. സോ അപ്പോൾ അതിന്റെ ഡിപ്ലീഷൻ നമ്മൾ എപ്പോഴും വളരെയധികം ഫോക്കസ് ചെയ്യണം. അതൊരിക്കലും നമുക്ക് എന്താ പറയാ, it should not exceed the rate of creation of renewable substitute. Renewable substitute ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാവാൻ ഒരിക്കലും പാടില്ല എന്തിന്റെ? റിന്യൂവബിൾ റിസോഴ്സസിന്റെ ഡിപ്ലീഷൻ. ഓക്കെ, ഇൻഎഫിഷ്യൻസീസ് അറൈസിംഗ് ഫ്രം പൊല്യൂഷൻ ഷുഡ് ബി കറക്റ്റഡ്. സോ പൊല്യൂഷനിൽ നിന്നുണ്ടാവുന്ന ഇൻഎഫിഷ്യൻസീസ് എന്ത് ചെയ്യണം? വി ഹാവ് ടു കറക്റ്റ് ഇറ്റ്. സോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. Strategies for sustainable development. Okay, first one, use of non-conventional source of energy. ഇപ്പോൾ ഇൻ ഇന്ത്യ ഹ്യൂജ്ലി ഡിപ്പെൻഡ്സ് ഓൺ തെർമൽ ആൻഡ് ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ടു മീറ്റ് ഔട്ട് ഇറ്റ് പവർ നീഡ്സ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആയ തെർമൽ ആൻഡ് ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ആണ്. പക്ഷേ സ്വിച്ച് ചെയ്യുക, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിലേക്ക് മാറി. ഏതൊക്കെയാണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ലൈക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വിൻഡ് ആൻഡ് സോളാർ റേസ്, ഇതിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നോൺ കൺവെൻഷനിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുക. കൺവെൻഷണൽ ആയിട്ടുള്ളത് റിന്യൂവബിൾ അല്ലാത്ത അതിൽ സ്റ്റിക്ക് ചെയ്യാതെ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ സ്വിച്ച് ചെയ്യുക. Okay, this is one way. Then LPG gobar gas in rural areas. So LPG gobar gas in rural areas ഇതെല്ലാം എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. Households in rural areas generally use wood, dung cake or other biomass as fuel. സോ നമുക്കറിയാം, നമ്മൾ ലൈക്ക് റൂറൽ ഏരിയാസിൽ, വില്ലേജിലൊക്കെ കൂടുതലായിട്ട് എന്താണ് യൂസ് ചെയ്യാറ്? വുഡ്, ഡങ് കേക്ക് ഓർ അതർ ബയോമാസ് ആസ് ഫ്യൂൽ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ്. This practices has several adverse implications like deforestation, reduction in green cover, wastage of cattle dung and air pollution. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റ് എൻവിറോൺമെന്റിന് ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് നമുക്ക് ഇപ്പം വുഡൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മരം മുറിക്കേണ്ടതായിട്ട് വരും. സോ ഡിഫോറസ്റ്റേഷൻ, റിഡക്ഷൻ ഇൻ ഗ്രീൻ കവർ, വേസ്റ്റേജ് ഓഫ് കാറ്റൽ ഡങ് ആൻഡ് എയർ പൊല്യൂഷൻ, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, so ഈ സിറ്റുവേഷൻ to rectify the situation, LPG gobar gas plant is being provided through easy loans and സബ്സിഡി. ലോണും സബ്സിഡിയൊക്കെ കൊടുക്കുന്നതിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സസ്റ്റൈനബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന വുഡ്, ഗ്രീൻ കവർ, ഈ കാര്യങ്ങളെല്ലാം
വുഡ്, ഡങ് കേക്ക് ഓർ ക്ലോസ് ബയോമാസ് ഫ്യൂൽ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻവിറോൺമെന്റ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവില്ല. കാരണം അഡ്വേഴ്സ് ആയിട്ട് ഗ്രീൻ കവർ അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന LPG, ഗോബർ ഗ്യാസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് ലോൺസ് ആൻഡ് സബ്സിഡീസിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. എല്ലാ ആളുകളിലേക്ക് എത്തും. ഓക്കെ, then it reduces household pollution to a large extent. ഇത് household pollution വളരെ large extent household pollution കുറയ്ക്കാൻ ഇത് സഹായകമാകും. ഓക്കെ, ഓൾസോ എനർജി വേസ്റ്റേജ് ഇസ് മിനിമൈസ്ഡ്. എനർജി വേസ്റ്റേജും കുറയ്ക്കാൻ ഉണ്ടാവും ഇത് കാരണം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ട് ടുവേർഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ എൻവിറോൺമെന്റ് ഡെവലപ്മെന്റ്. ഓക്കെ, then CNG in urban areas. In Delhi, so CNG കൊണ്ടുവരാനായിട്ട് സാധിക്കും. So compressed natural gas. So in Delhi, the use of compressed natural gas as fuel in public transport system has significantly lowered air pollution. So compressed natural gas കൊണ്ടുവരുന്നതോട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ അത് യൂസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ വലിയ രീതിയിൽ കുറയാനായിട്ട് സാധിക്കും. സോ ഡൽഹിയിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡൽഹിയിൽ ഒരുപാട് എയർ പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യയിലെ സിറ്റിയാണ് എന്ത്, ഡൽഹി, ന്യൂഡൽഹി എന്ന് പറയും. സോ ന്യൂഡൽഹിയിലൊക്കെ ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് സംഭവം കൊണ്ടുവരുന്നതിലൂടെ എയർ പൊല്യൂഷൻ പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ വിൻഡ് പവർ. വിൻഡ് പവർ നമ്മൾ നേരത്തെ കണ്ടു, നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള വിൻഡ് പവർ കൊണ്ടുവരും. In areas where speed of wind is usually high, windmills can provide electricity without any adverse impact on the environment. So ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിൻഡുള്ള സ്ഥലങ്ങളിലെല്ലാം വിൻഡ് പവർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിൻഡ് പവർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ലൈക്ക് എൻവിറോൺമെന്റലി ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇൻ ദാറ്റ് വേ. സോ സസ്റ്റൈനബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നോൺ കൺവെൻഷണൽ സോഴ്സ് ആയ വിൻഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിലൂടെ. Then another non-conventional source, solar energy. So solar power through photovoltaic cells. Okay, നമ്മൾ സോളാർ എനർജി നമ്മൾ എടുക്കാറുണ്ട്, സോളാർ കേസ് നമ്മൾ കേട്ടിട്ടില്ലേ, സോളാർ എനർജി. So India is naturally endowed with a large quantity of solar energy in the form of sunlight. So sunlight in the form a large quantity of solar energy produced in India is there. Like, so India is naturally endowed with a large quantity of solar energy in the form of sunlight. So solar energy can be converted into electricity. Solar energy നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. These cells use special kind of materials to capture solar energy and then convert the energy into electricity. So solar energy capture ചെയ്തതിന് ശേഷം ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷനിലൂടെ അത് എന്തായിട്ട് മാറ്റുന്നു, ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നു, പവർ ആയിട്ട് മാറ്റുന്നു. ഓക്കെ, സോ ദിസ് ടെക്നിക് ഈസ് ഓൾസോ ടോട്ടലി ഫ്രീ ഫ്രം പൊല്യൂഷൻ. ഇതും എന്താണ്, പൊല്യൂഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ദിസ് ഈസ് ഓൾസോ ടോട്ടലി ഫ്രീ ഫ്രം പൊല്യൂഷൻ. ആസ് ലൈക്ക് വിൻഡ് പവർ. വിൻഡ് പവർ പോലെ തന്നെ ഇതും പൊല്യൂഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ദെൻ മിനി ഹൈഡൽ പ്ലാന്റ്സ്. മിനി ഹൈഡൽ പ്ലാന്റ്സ് നമുക്ക് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന എനർജി ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. In mountains regions, like streams can be found almost everywhere. By using these streams, we can construct mini hydel power plants. So mountainous regions, അതായത് മലനിരകൾ ആ ഒരു ഏരിയയിൽ streams can be found almost everywhere. So by using those streams, ആ സ്ട്രീംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡൽ പവേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. Such power plants are environment friendly as they do not change the land use pattern in the area where they are located. Moreover, they generated through power to meet local demand. So it will not affect the environment adversely. The environment എന്ത് ചെയ്യുന്നില്ല, adverse ആയിട്ട് affect ചെയ്യുന്നില്ല. So such power plants are environment friendly. അത് environment friendly ആയിട്ടുള്ള power plants ആണ്. പിന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് just to meet out the requirement of those people they are living there. അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് മീറ്റ് ഔട്ട് ചെയ്യാനുള്ള റിക്വയർമെന്റിന് വേണ്ടിയുള്ള മാത്രം ഇലക്ട്രിസിറ്റി അവർക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ ഇറ്റ് വോണ്ട് ബി എ ബിഗ് പ്രോബ്ലം. അത് വലിയൊരു പ്രോബ്ലം ആവില്ല. Okay. Then traditional knowledge and practices. So traditionally Indian people have been close to their environment. Traditionally നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ പീപ്പിൾ ഒരുപാട് ക്ലോസ് ടു അവർ എൻവിറോൺമെന്റ്. നമ്മൾ വളരെയധികം എൻവിറോൺമെന്റ് കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫാർമേഴ്സ് ഉള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. സോ ഒബിയസ്ലി വി വിൽ ബി മോർ ഫോക്കസിങ് ഓൺ ദറ്റ് എൻവിറോൺമെന്റ്. സോ ക്ലോസ് ടു ദെയർ എൻവിറോൺമെന്റ്.
So they practiced environment-friendly agricultural system. So environment-friendly agricultural system ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നത്. ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മൾ 6 ഹെൽത്ത് കെയർ സിസ്റ്റം കണ്ടതാണ്. ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ആയുർവേദ, സിദ്ധ, യുനാനി, ഇതെല്ലാം എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. ട്രാൻസ്പോർട്ട് എക്സെട്ര, ഇതെല്ലാം നമ്മൾ എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ എൻവിറോൺമെന്റിനോട് ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. സോ ദാറ്റ് എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. സോ again practice the same thing. So environmental sustainable development നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. Okay, then last one is biocomposting. Okay, with the advent of green revolution, our farmers use more and more chemical pesticides for higher yields. As a result, food products, soil, water bodies and even groundwater were polluted with pesticides. So ബയോകമ്പോസ്റ്റിംഗ് യൂസ് ചെയ്യുക, കൂടുതലായിട്ടും ജൈവവളങ്ങളിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുക. നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്നതോടുകൂടി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് പെസ്റ്റിസൈഡ്സും അതേപോലെ തന്നെ രാസവളങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എൻവിറോൺമെന്റിന് ഹസാഡസ് ആയിട്ട് അഫക്ട് ചെയ്തു. അതായത് ലൈക്ക് വാട്ടർ, സോയിൽ, ഇതെല്ലാം പൊല്യൂട്ടായി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സ്വിച്ച് ഫ്രം രാസവളം ടു ജൈവവളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് ചെയ്യുക. ടു മീറ്റ് ദിസ് ചലഞ്ച്, now better method of eco-friendly pest control measures were used. So ഇപ്പോൾ ഇത് ഈ ചലഞ്ച് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് better eco-friendly pest control measures were used. ലൈക്ക് പെസ്റ്റിസൈഡ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ പെസ്റ്റിസൈഡ്സ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വൺ സച്ച് സ്റ്റെപ്പ് ഈസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ബേസ്ഡ് ഓൺ പ്ലാന്റ് പ്രോഡക്ട്സ്. സോ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം രാസപരമായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാതെ കൂടുതൽ ജൈവപരമായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതേപോലെ തന്നെ one such step was to use pesticide based on plant productൽ നിന്നുണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കെമിക്കൽസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന അല്ലാതെ കൂടുതലും പ്ലാന്റ് പ്രൊഡക്ട്സിൽ നിന്നുണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. സോ ഇൻ ദാറ്റ് വേ ഈ പറയുന്ന വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ഇതെല്ലാം നമുക്ക് ഒരു പരമാവധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഡിഗ്രഡേഷൻ ഓഫ് ദി എൻവിറോൺമെന്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവിറോൺമെന്റ് ഡെവലപ്മെന്റ് എന്താവും, നമുക്ക് ഫീസിബിൾ ആവും.